പണി പാലിൻ വെള്ളത്തിൽ കിട്ടുക എന്നൊരു പ്രയോഗമുണ്ട്. അത് പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട്, ഉണ്ടാവുന്നുമുണ്ട്. അതേപോലുള്ള അവസ്ഥയിലാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണം നഷ്ടമാകില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചതുകൊണ്ടാകാം ഭരണം പോയാൽ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് പിണറായി വിജയൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുമുണ്ടാകില്ല. പാർട്ടിയിൽ നിന്ന് തള്ളി പുറത്താക്കിയവൻ MLA ആയി അതേ സഭയിലെത്തുമെന്ന് ആദ്യമേ കരുതിയിരുന്നില്ല. ഇപ്പോഴിതാ പാർട്ടിയിൽ നിന്ന് പടിക്ക് പുറത്താക്കിയ അതേ ആളുടെ മുന്നിലാണ് ഇനി പിണറായി വിജയൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. പറഞ്ഞു വരുന്നത് സുധാകരന്റെ കാര്യമാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സുധാകരന്റെ മുന്നിൽ നിന്ന് വേണം പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ. കാലം കാത്തുവെച്ച കാവ്യനീതിയോ? കേരള നിയമസഭയിൽ സ്ഥിരം സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതുവരെ ഇടക്കാല സ്പീക്കറായി പ്രോടൈം സ്പീക്കർ എന്ന പദവിയിൽ ഒരാളെ നിയമിക്കാറുണ്ട്. സതീശൻ സർക്കാരിൽ പ്രോടൈം സ്പീക്കറായി ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം സുധാകരനെ നിയമിച്ചതിനാൽ പിണറായിയും സജി ചെറിയാനും KN ബാലഗോപാലും അടക്കമുള്ളവർ എല്ലാം സുധാകരന് മുന്നിൽ നിരന്ന് നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യണം. മാത്രമല്ല, സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരെ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നതും പ്രോടൈം സ്പീക്കറാണ്. 21-നാണ് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. 22-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുക പ്രോടൈം സ്പീക്കർ ആയിരിക്കുമെന്ന് സാരം. തെരഞ്ഞെടുപ്പിൽ തോറ്റ മുൻ മന്ത്രിമാരും LDF MLA-മാരും വലിയ ആശ്വാസത്തിലാകും ഇപ്പോൾ. കാരണം ജയിച്ചിരുന്നുവെങ്കിൽ വർഗശത്രു എന്ന് അവർ തന്നെ മുദ്രകുത്തിയ ആളിന്റെ മുന്നിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരില്ലായിരുന്നു. ആദ്യമായി തോൽവിയിൽ സന്തോഷം കണ്ടെത്തുകയായിരിക്കും ഒരുപക്ഷെ അവർ. പ്രത്യേകിച്ചും ആലപ്പുഴയിൽ നിന്ന് തോറ്റ CPM നേതാക്കളായ H സലാമും PP ചിത്തരഞ്ജനും U പ്രതിഭയും. പക്ഷേ പ്രപഞ്ചത്തിൽ സത്യമുണ്ട്. സുധാകരൻ അനുഭവിക്കുമെന്ന് പറഞ്ഞ മുൻ മന്ത്രി സജി ചെറിയാന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച നിയമസഭയിൽ എത്തിപ്പോയല്ലോ. ഏറ്റവും കഠിനാവസ്ഥയിലാകുന്നത് ഇവരാരുമല്ല, സാക്ഷാൽ പിണറായി വിജയൻ തന്നെ. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാതെ പറ്റില്ലല്ലോ. ആലപ്പുഴയിൽ എത്തിയപ്പോഴും തന്നെ വന്ന് കണ്ടില്ല എന്ന പരിഭവം പറഞ്ഞാണ് CPM വിട്ട് സ്വതന്ത്രനായി സുധാകരൻ മത്സരിച്ചത്. UDF പിന്തുണയോടെ ജയിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ സുധാകരന്റെ വിളിപ്പുറത്ത് പിണറായി വിജയന് എത്തേണ്ട അവസ്ഥ. ക്രൂരമായ കാവ്യനീതി എന്ന് സഖാക്കൾ പറഞ്ഞേക്കും. VD സതീഷിന്റെ രാഷ്ട്രീയ പ്രതികാരമാണോ ഇതെന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയാകില്ല. പിണറായി വിജയൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ കൂടെ കൂട്ടി മത്സരിപ്പിച്ച് MLA ആക്കി അതേ MLA പ്രോടൈം സ്പീക്കറുമാക്കി അയാൾക്ക് മുന്നിൽ പിണറായി വിജയനെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കുക. പിണറായിക്ക് മുന്നിൽ അതേ ആളെ താൽക്കാലിക സഭാനാഥനാക്കുക. ഇതിലും വലിയ രാഷ്ട്രീയ പ്രതികാരം മറ്റെന്തുണ്ട്? നവകേരള സദസ് കാലത്ത് നടന്ന പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിനെ തല്ലിയ പോലീസുകാരെ കൊണ്ട് ജനീഷിനെ സല്യൂട്ട് അടുപ്പിക്കുന്ന അതേ രാഷ്ട്രീയ തീരുമാനം തന്നെയാണ് സുധാകരന്റെ പ്രോടൈം സ്പീക്കർ സ്ഥാനവും. സഭയിലെ മുതിർന്ന അംഗങ്ങളെയാണ് പ്രോടൈം സ്പീക്കർമാരായി നിയമിക്കാറുള്ളത്. ഈ നിയമസഭയിലെ മുതിർന്ന അംഗങ്ങൾ സുധാകരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണ്. തിരുവഞ്ചൂർ ഇക്കുറി സ്പീക്കറാകും. സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അതുകൊണ്ട് തന്നെ സുധാകരനോട് സതീശൻ സംസാരിച്ച ശേഷമാണ് അദ്ദേഹത്തെ പ്രോടൈം സ്പീക്കറായി നിയമിക്കാനുള്ള തീരുമാനമെടുത്തത്. മറ്റംഗങ്ങളെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കുക മാത്രമാണ് പ്രോടൈം സ്പീക്കർ എന്ന നിലയിലെ ഉത്തരവാദിത്വം. ഇന്നോ നാളെയോ ലോക്ഭവനിലെത്തി ആദ്യം സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആകും. തുടർന്നാണ് മറ്റന്നാൾ മറ്റുള്ളവർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക. സത്യപ്രതിജ്ഞ ചെയ്യാതെ വിട്ടുനിൽക്കുന്നവർക്ക് പിന്നീട് സ്പീക്കറുടെ ചേംബറിലെത്തി പ്രതിജ്ഞ ചെയ്ത് MLA ആകാൻ അവസരവും ഉണ്ടാകും. എന്നാൽ 21-ന് പ്രതിജ്ഞ ചെയ്യാത്തവർക്ക് 22-ന് നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകില്ല എന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ടാണ് പിണറായി എലിക്കണിയിൽ കുടുങ്ങിയ അവസ്ഥയിലായി എന്ന് പറയുന്നത്. സുധാകരന്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ജാള്യത മറയ്ക്കാൻ പിണറായിക്ക് സത്യപ്രതിജ്ഞയിൽ നിന്ന് വിട്ടുനിന്ന് പിന്നീട് സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം സ്പീക്കറുടെ ചേംബറിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യാം. പക്ഷേ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമോ, സുധാകരന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാതെ മാറി നിൽക്കുമോ എന്നതൊക്കെ കണ്ടറിയണം. അങ്ങനെ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്നത്. പിണറായി വിജയനും ഒപ്പമുള്ള 34 MLA-മാർക്കും വിഷമമുണ്ടാക്കുന്ന മുഖങ്ങൾ വേറെയുമുണ്ട് നിയമസഭയിൽ. CPM-ലെ അനാരോഗ്യ പ്രവണതകൾക്കെതിരെ ശബ്ദിച്ചതിന് പുറത്താക്കപ്പെട്ട 2 പേരുണ്ട്. അവർ 2 പേരും പാർട്ടിക്കെതിരെ മത്സരിച്ച് ജയിച്ചു കയറി. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും. പിണറായി വിജയനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു TK ഗോവിന്ദന്. പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പാർട്ടിക്കെതിരെ തന്നെ മത്സരിച്ച TK ഗോവിന്ദൻ തളിപ്പറമ്പിനെ പ്രതിനിധീകരിച്ച് പിണറായി വിജയനൊപ്പം നിയമസഭയിൽ ഇരിക്കുന്നത് CPM-ന് വല്ലാത്ത കാഴ്ച തന്നെയാകും. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പാർട്ടി കമ്മിറ്റികളിൽ പിണറായി വിജയനും MV ഗോവിന്ദനും രൂക്ഷമായ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്.
കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും കടുത്ത വിമർശനമാണ് ഇരുവരും നേരിട്ടത്. അതും TM തോമസ് ഐസക്കും സജി ചെറിയാനും പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരുന്നു ആ രൂക്ഷ വിമർശനം. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിനെതിരെയും വിമർശനമുയർന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്നാണ് ആവശ്യം. G. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ കനത്ത പരാജയം ഒഴിവാക്കാമായിരുന്നുവെന്നും സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണമെന്നും വരെ യോഗത്തിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പിണറായിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നത് പാർട്ടിയിൽ ആഭ്യന്തര കലഹം ഉയരുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിണറായി വിജയനെതിരെ ഒരു വാക്കുപോലും ഉന്നയിക്കാൻ നേരത്തെ ഏതെങ്കിലും ഒരു ഘടകം തയ്യാറായിരുന്നില്ല. എന്നാൽ കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അടുത്തിടെ കൂടിയ ജില്ലാ കമ്മിറ്റികൾ അല്ലെങ്കിൽ ജില്ലാ നേതൃയോഗങ്ങളിലെല്ലാം പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പോലും ഇല്ലാതെ സംസാരിക്കുന്നുവെന്നായിരുന്നു MV ഗോവിന്ദനെതിരെയുള്ള വിമർശനം. നേതൃനിര മത്സരത്തിനിറങ്ങണമെന്ന നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടില്ല. താഴെത്തട്ടിൽ സംഘടനാപരമായ വീഴ്ചകൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കി. താഴെത്തട്ടിൽ നടന്നത് ആവേശം ചോർന്ന പ്രവർത്തനമാണ്. നേതൃത്വം കാര്യമായ ഇടപെടൽ നടത്തിയില്ല എന്നും വിമർശനമുയർന്നു. നേതൃത്വത്തിന്റെ വീഴ്ചകൾ ഇത്രയും പരസ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് പാർട്ടി നേരിടുന്ന വലിയ ആഭ്യന്തര പ്രതിസന്ധിയുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. CPM-ലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പുറമെയാണ് VDS സർക്കാരിന്റെ പുതിയ നീക്കങ്ങളും എന്നതും ശ്രദ്ധേയമാണ്. സതീശൻ സർക്കാരിൽ നിന്ന് പിണറായി വിജയന് കൊട്ടുകിട്ടുന്ന നീക്കമാണ് പിണറായി സർക്കാരിന്റെ നിയമന ശുപാർശകൾ റദ്ദാക്കാൻ VD സതീശൻ സർക്കാർ തീരുമാനിച്ചത്. പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നടത്തിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള നിയമന ശുപാർശകളാണ് VD സതീശൻ സർക്കാർ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗവർണറുടെ പരിഗണനയിലിരിക്കുന്ന ഈ ശുപാർശകൾ നടപ്പാക്കേണ്ടതില്ല എന്നും നിയമനങ്ങൾ സംബന്ധിച്ച് പുതിയ ശുപാർശകൾ പുതിയ സർക്കാർ സമർപ്പിക്കുമെന്നും ഗവർണറെ അറിയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തദ്ദേശ ഓംബുഡ്സ്മാൻ, PSC അംഗങ്ങൾ, വിവരാവകാശ കമ്മീഷണർ തസ്തികകളിലും പിണറായി സർക്കാർ കാലാവധി കഴിയും മുൻപ് നിയമനത്തിന് ശുപാർശ നൽകിയിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് ഗവർണർക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിലവിലെ നിയമ സെക്രട്ടറിയും ജില്ലാ ജഡ്ജിയുമായ KG സനൽകുമാറിനെ നിയമിക്കാനായിരുന്നു ശുപാർശ. PSC മെമ്പർ സ്ഥാനത്തേക്ക് സർക്കാർ ശുപാർശ ചെയ്ത കോൺഗ്രസ് പ്രതിനിധി I. ഷിഹാബുദ്ദീൻ, CPI പ്രതിനിധി അജയ്കുമാർ എന്നിവരുടെ നിയമനവും ഗവർണർ അംഗീകരിച്ചിരുന്നില്ല. വിവരാവകാശ കമ്മീഷണറായി അഡ്വക്കേറ്റ് ഹരിലാലിനെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി റിട്ടയർഡ് ജസ്റ്റിസ് ബാബു മാത്യു ജോസഫിനെയും നിയമിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ ഈ ശുപാർശകളെല്ലാം ഗവർണർ നിരാകരിക്കുകയോ തടഞ്ഞു വെക്കുകയോ ആയിരുന്നു. ഇവ റദ്ദാക്കാനാണ് പുതിയ സർക്കാർ ചുമതലയേറ്റ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചത്. കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിലെ ADM ആയിരുന്ന പത്തനംതിട്ട സ്വദേശി നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിടാൻ പുതിയ മന്ത്രിസഭ തീരുമാനമെടുക്കുമോ എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആണ് ഇത് സംബന്ധിച്ച് സത്യപ്രതിജ്ഞാ ദിനത്തിൽ തന്നെ മുഖ്യമന്ത്രി VD സതീഷിന് പരാതി നൽകിയിരിക്കുന്നത്. കണ്ണൂർ കളക്ടറേറ്റിലെ ADM ആയിരുന്ന നവീൻ ബാബുവിന് പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചപ്പോൾ നടന്ന യാത്രയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെ എത്തിയ കണ്ണൂരിലെ CPM പ്രമുഖ നേതാവായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ നവീൻ ബാബുവിനെതിരെ പ്രസംഗിച്ചിരുന്നു. പിറ്റേ ദിവസം പുലർച്ചെയാണ് താമസ സ്ഥലത്ത് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചിട്ടും പിണറായി വിജയന്റെ സർക്കാർ ശക്തമായി വിയോജിപ്പുമായി മുന്നോട്ട് വരികയായിരുന്നു. ഇതേ തുടർന്ന് കോടതി CBI അന്വേഷണ ആവശ്യം നിരാകരിച്ചു. നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് ഫയൽ ചെയ്ത അന്തിമ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്ന ചില കാര്യങ്ങളിൽ തെളിവ് ശേഖരിച്ച് അതിന്മേൽ തുടർ അന്വേഷണം നടത്തുവാൻ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിലവിൽ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇതിൽ തന്നെ പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ നടന്നിട്ടില്ല എന്നും ഭരണം നടത്തിയ CPM നേതാക്കൾ അന്വേഷണത്തിൽ ഇടപെട്ടതാണ് ഇതിന് കാരണമെന്നും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് പുതിയ സർക്കാരിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.